പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 5-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സാരാർത്ഥ തത്വവഴി നേരായറിഞ്ഞമൃത പൂരാഗമത്തിനിഹ സംസാരാർണവാഹ്വയിത ധാരാർത്ഥപുത്രമയ കാരാഗൃഹം കഴിയണം. ആരാണിതിനൊരുപകാരായ നല്ലതിതമാരായ വേണ്ട മനമേ, മാരാരിജൻ പളനി പൂരാലയൻ ഹൃദയ ധാരാളമായ ഗുരുതാൻ. സാരാർത്ഥ തത്വവഴി നേരായറിഞ്ഞമൃത പൂരാഗമത്തിനിഹ സംസാരാർണവാഹ്വയിത ധാരാർത്ഥപുത്രമയ കാരാഗൃഹം കഴിയണം. ആരാണിതിനൊരുപകാരായ നല്ലതിതമാരായ വേണ്ട മനമേ, മാരാരിജൻ പളനി പൂരാലയൻ ഹൃദയ ധാരാളമായ ഗുരുതാൻ. ഇതാണ് ശ്ലോകം. സാരാർത്ഥ തത്വവഴി, സകലതിലും സാരമായിരിക്കുന്ന പൊരുൾ എന്തെന്ന് താത്വികമായി കണ്ടെത്തുന്ന വഴി നേരായറിഞ്ഞ് ശരിയായി മനസ്സിലാക്കി അമൃത പൂരാഗമത്തിന്, അമൃത നിറവ് വന്നു ചേരുന്നതിന് ഇഹ ഇവിടെ സംസാരാർണവ ആഹ്വയിത, സംസാര സമുദ്രം എന്ന് വിളിച്ചു പോരുന്ന ധാരാർത്ഥപുത്രമയ, ഭാര്യ, സമ്പത്ത്, പുത്രന്മാർ എന്നിവയുടെ രൂപത്തിലുള്ള കാരാഗൃഹം കഴിയണം, കാരാഗൃഹം തരണം ചെയ്യണം. ആരാണിതിന് ഒരു ഉപകാരായ നല്ലത്? ഇതിന് നല്ലവണ്ണം ഉപകരിക്കുന്നത് ആരാകുന്നു എന്ന് ഇതം ആരായ വേണ്ട എന്നിങ്ങനെയുള്ള ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതില്ല. മനമേ, മനസ്സേ, ഹൃദയ, ഹൃദയമേ, മാരാരിജൻ, മാരാരിയായ ശിവന്റെ പുത്രൻ, പളനിപൂരാലയൻ, പളനിയെ പൂർണ്ണ ആലയമാക്കിയിട്ടുള്ളവൻ, ധാരാളമായ ഗുരുതാൻ, ഗുരുവായിരിക്കുന്നതിന് ധാരാളം, മതി അല്ലെങ്കിൽ യോഗ്യൻ തന്നെയാണ്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സാരസത്ത എന്തെന്ന് നല്ലതുപോലെ തത്വപരമായി കണ്ടെത്തുവാനുള്ള വഴി മനസ്സിലാക്കാനും അമൃതത്തിൻ്റെ നിറവ് അനുഭവിച്ചറിയാനും ഇവിടെ സംസാരസാഗരം എന്ന് വിശേഷിപ്പിച്ചു പോരുന്ന ഭാര്യാസമ്പത്ത്, പുത്രന്മാർ എന്നീ രൂപത്തിലുള്ള യേഷണാത്രയമാകുന്ന കാരാഗൃഹത്തിൽ നിന്നും മോചനം ലഭിച്ചേ മതിയാവും. മനസ്സേ, ഈ ലക്ഷ്യം നേടുന്നതിന് നന്നായി ഉപകരിക്കുന്നതാരാണ് എന്ന കാര്യത്തെപ്പറ്റിയുള്ള ചിന്ത നിനക്ക് വേണ്ട. ഹൃദയമേ, പളനിയാകുന്ന നിറവിനെ ആലയമാക്കിയിട്ടുള്ള മാരാരിജൻ സുബ്രഹ്മണ്യൻ, മാരാരിയുടെ പുത്രൻ. മാരൻ എന്ന് പറയാൻ കാമദേവനാണ്. മാരാരി കാമദേവന്റെ ശത്രുവായ ശിവന്റെ പുത്രൻ ഗുരുസ്ഥാനത്തുണ്ടെങ്കിൽ അതുതന്നെ ധാരാളം. അമൃത പൂരാഗമം എന്ന പദത്തിനിവിടെ അനശ്വരമായ അറിവിൻ്റെ നിറവിലൂടെ സംസിദ്ധമായി തീരുന്ന ശാന്തി എന്നാണ് അർത്ഥം. മനുഷ്യൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ആനുഭൂതിക നിലയാണിത്. അതേസമയം തന്നെ ഈ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന യേഷണാത്രയത്തിന് അടിമ കൂടിയാണ് മനുഷ്യൻ. ഇതര
ജീവികൾക്കൊന്നുമില്ലാത്ത ധനസമ്പാദന ത്വരയും ഭാര്യാസ്നേഹവും പുത്രസ്നേഹവും മനുഷ്യനെ സംസാരസാഗരത്തിൽ തള്ളിയിടുന്നു. അതിൽ നിന്ന് കരകയറണമെങ്കിൽ സാരാർത്ഥ തത്വം നേരായി അറിഞ്ഞ് ശുദ്ധജ്ഞാനത്തിൻ്റെ നിറവിൽ ആറാടണം. സർവത്ര സർവ്വതിലും സാരമായിരിക്കുന്ന സത്താവിശേഷം ഏകവും അഖണ്ഡവുമായ ബ്രഹ്മപ്രഭാവമാണ്. ഒരേ ആത്മതത്വമാണ് അണു മുതൽ ആന വരെയുള്ള ജീവികളിലും ആചണ്ഡാല ബ്രഹ്മപര്യന്തമുള്ള സർവ്വതിലും കുടികൊള്ളുന്നത്. താനും ഭാര്യയും പുത്രന്മാരും അടങ്ങുന്ന കുടുംബം എന്ന വ്യവസ്ഥാപിത ഘടകം വിശ്വവിധാനീയതയിൽ ഒന്നുമല്ല. ഇവിടെയുള്ള ഒന്നിലും തനിക്കോ തൻ്റെ ഭാര്യ പുത്രാദികൾക്കോ പ്രത്യേകമായ അവകാശങ്ങളും അധികാരങ്ങളും ഉടമസ്ഥതയും ഒന്നും പ്രകൃതി അനുവദിച്ചു തന്നിട്ടില്ല. തനിക്ക് ആവശ്യമുള്ളത് വേണ്ടത്ര അളവിൽ അനുഭവിക്കുന്നതിൽ വിലക്കുകളും പ്രകൃതി കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യാർത്ഥം മറ്റ് ജീവജാലങ്ങൾക്കോ പ്രകൃതിക്കു തന്നെയോ ദോഷമുണ്ടാകുന്ന തരത്തിൽ യാതൊന്നും സ്വന്തമാക്കി വയ്ക്കാനുള്ള അവകാശവും പ്രകൃതി ആർക്കും നൽകിയിട്ടില്ല. പ്രകൃതിയുടെ ഇച്ഛാനുസരണമല്ലാതെ ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല. പ്രകൃതിയുടെ ഇച്ഛകളെ നമ്മുടെയും ഇച്ഛകളാക്കി മാറ്റിയെടുത്ത് മുന്നേറുന്നവരാണ് ജ്ഞാനികൾ. അവർക്ക് മാത്രം അനുഭവവേദ്യമായി തീരുന്ന സുഖമാണ് അമൃത പൂരാഗമം. അതനുഭവിക്കണമെങ്കിൽ ഏഷണാത്രയത്തെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് തൃണവൽക്കരിക്കുക തന്നെ ചെയ്യണം. ദാരേഷണ, പുത്രേഷണ, വിത്തേഷണ എന്ന് വെച്ചാൽ പെണ്ണാശ, മണ്ണാശ, പുത്ര ആശ എന്ന് പറഞ്ഞാൽ പുത്രവാത്സല്യം. അപ്പം ഈ മൂന്നുമാണ് സംസാര ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കുമെല്ലാം കാരണഭൂതമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്നേഷണകളിൽ നിന്നും മുക്തി നേടിയാൽ ജീവിതം സമാധാനപൂർണമാക്കി തീർക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കുടുംബജീവിതത്തോടും അതുപോലെ വ്യവസ്ഥാപിതമായ സാമ്പത്തിക സംവിധാനങ്ങളോടും ഒന്നുള്ള ഒരു നിരാസ ഭാവമല്ല ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന വസ്തുത എന്ന കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഏഷണ എന്ന അതിലുള്ള ഒട്ടിപ്പിടിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഏഷണയെ വളരാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ജീവിത മുന്നേറ്റമാണ്. അത് ദോഷകരമായി സംഭവിക്കുക. പക്ഷേ മനുഷ്യനൊരു വ്യവസ്ഥാപിത സാമൂഹിക ജീവിതക്രമമാണ് പിന്തുടരുന്നത്. അത് അനിവാര്യമാണ് താനും, അതിനെ ഉപേക്ഷിക്കുവാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് പൊരുൾ ഇതെല്ലാം ആവശ്യമാണ്. ആ ആവശ്യകതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും ബന്ധിതരായി പോകാതെ വ്യവസ്ഥിതികളെയും അതുപോലെ സംവിധാനങ്ങളെയും ഒക്കെ അതാതിൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും പറ്റിപ്പിടിച്ച് ഒട്ടിപ്പിടിക്കാതെ നമ്മൾ സ്വതന്ത്രമായ ചിന്താഗതിയോടുകൂടി മനസ്സിനെ എപ്പോഴും വരുതിക്കു നിർത്തി സന്മാർഗത്തൂടെ സഞ്ചരിക്കണം എന്ന് തന്നെയാണ് ഈ ഉപദേശങ്ങളുടെ എല്ലാം പൊരുൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.